ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. NIOS-ന്റെ സോഷ്യോളജിയിലെ ചാപ്റ്റർ 24 ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. അപ്പോൾ ഇതിലും നമ്മൾ 5 ക്വസ്റ്റ്യൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് സ്വാഗതം. നമുക്ക് ആദ്യം ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്നൊരു ഇൻട്രൊഡക്ഷൻ പറയാം. കാരണം ഈ ചാപ്റ്ററിൽ നമുക്ക് പറയുന്നത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി, അതായത് നമ്മുടെ ചാപ്റ്റർ പേര് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്നാണ്. അപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞ കൺട്രിയിൽ എത്രത്തോളം വൈവിധ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം കാര്യങ്ങളിൽ ഇന്ത്യ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ലിംഗ്വിസ്റ്റിക് ആവാം, കൾച്ചർ ആകാം, സെലിബ്രേഷൻസ് ആകാം, അതുപോലെ തന്നെ എന്താണ് യൂണിറ്റി ആകാം, അല്ലെ? പിന്നെ എന്താണ് കാസ്റ്റ് സിസ്റ്റം, റിലീജിയൻ, ഇങ്ങനെ ഒരുപാട് തരത്തില് ഇന്ത്യയിൽ മാറ്റങ്ങളുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കഴിയും. അതായത് നമ്മളിപ്പോ എടുക്കുന്ന ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഇങ്ങനെയുള്ള കുറേ ആർട്സ് ഉണ്ട്. ഇതില് ഇന്ത്യയിൽ നമുക്ക് അതുപോലെ തന്നെ ഓണം, ക്രിസ്മസ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള സെലിബ്രേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലാംഗ്വേജസ് എടുത്തു കഴിഞ്ഞാൽ മലയാളം, ഹിന്ദി, തമിഴ്, കന്നഡ, ഇങ്ങനെയുള്ള ഒരുപാട്. റിലീജിയൻസ് എടുത്തു കഴിഞ്ഞാൽ ക്രിസ്തുമതം, ഹിന്ദുമതം, പാഴ്സി മതം, സിഖ് മതം, ഇങ്ങനെ കുറേ റിലീജിയൻസ്. അപ്പൊ ഇങ്ങനെ ഒരു ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ വൈവിധ്യങ്ങളുള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡൈവേഴ്സിറ്റിയാണ്. ഒരു കൺട്രി, ഈ ഒരു കൺട്രിയിൽ പല തരത്തിലുള്ള എന്താണ് ഫാക്ടേഴ്സ് ഉണ്ട്. പല തരത്തിലുള്ള എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും നമ്മൾ ഇങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമായിട്ടുള്ള ഒരു നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് പോലെയുള്ള ഒരു കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. ഭാഷയിലും വൈവിധ്യമുണ്ട്, ജാതി വ്യവസ്ഥയിൽ വൈവിധ്യമുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ മറ്റ് കൺട്രികളും നോക്കുവാണെങ്കിലും ഇന്ത്യയിൽ ഒരുപാട് തരത്തിലുള്ള ഐക്യവും അതുപോലെ തന്നെ യൂണിറ്റിയും കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും. അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പം എല്ലാ കാര്യങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു കുടക്കീഴിൽ എന്ന് നമ്മൾ പറയില്ലേ, ഒരു കുടക്കീഴിൽ എന്നതുപോലെ എല്ലാ കാര്യങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ട് പോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെയാണ് ചാപ്റ്ററിന്റെ പേര് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. ഓൾറൗണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതായത് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലാംഗ്വേജസ്, അതുപോലെ തന്നെ ഇന്ത്യയിൽ ഉണ്ടാകുന്ന സെലിബ്രേഷൻസ്, അതുപോലെ ഇന്ത്യയിലെ റിലീജിയൻസ്, ഇന്ത്യയിൽ ഉണ്ടാകുന്ന കൾച്ചേഴ്സ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയും നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. ഇതിൽ നമ്മൾ 5 ക്വസ്റ്റ്യൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് മീൻ ബൈ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. രണ്ടാമത്തെ ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മൂന്നാമത്തത് ഡിസ്കസ് ദ ഡൈവേഴ്സിറ്റി ഫൗണ്ട് ഇൻ ഇന്ത്യ ടേംസ് ഓഫ് റിലീജിയൻ. ഇന്ത്യയിലെ മതങ്ങളെ കുറിച്ച്. നാലാമത്തത് എക്സ്പ്ലെയിൻ ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായ കാര്യങ്ങൾ, ഇന്ത്യയിലെ ഭാഷാപരമായ കാര്യങ്ങൾ. അഞ്ചാമത്തത് എക്സ്പ്ലെയിൻ ദ കാസ്റ്റ് ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ. കാസ്റ്റ് എന്ന് പറയുമ്പോൾ ജാതി വ്യവസ്ഥ. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ എപ്രകാരമാണ് അത് കഴിഞ്ഞ ശേഷം ആറാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മെൽറ്റിംഗ് പോയിന്റ്. എന്താണ് മെൽറ്റിംഗ് പോയിന്റ്? അത് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത്രയുമാണ് നമ്മുടെ 5 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി? എന്താണ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്? യൂണിറ്റി, നാനാത്വത്തിൽ ഏകത്വം. വി ഫീലിംഗ്, അല്ലെ? വി ഫീലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ന വികാരം എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ്. അതായത് വി ഫീലിംഗ് അല്ലെങ്കിൽ നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യ എടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ വൈവിധ്യത്തിൽ ഏകത്വം എന്ന് നമുക്ക് പറയാം. ഇന്ത്യ ഒരു മതത്തെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല. മനസ്സിലായോ? ഒരു മതത്തെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്നില്ല, എല്ലാ മതങ്ങളെയും സ്വീകരിക്കുന്നു, എല്ലാ കൾച്ചേഴ്സിനെയും സ്വീകരിക്കുന്നു, എല്ലാ സെലിബ്രേഷൻസും അഡോപ്റ്റ് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഉദാഹരണം പറയുവാണെങ്കിൽ നമുക്കിപ്പോ കാശ്മീർ എടുക്കാം, അല്ലെങ്കിൽ പാകിസ്ഥാൻ എടുക്കാം. പാകിസ്ഥാൻ ആണെങ്കിൽ കൂടുതലായിട്ട് മുസ്ലിംസ്, ഇസ്ലാംസ് ആണ് കൂടുതൽ അവിടെ ഉള്ളത്. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയില്ലല്ലോ. ഇന്ത്യയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഹിന്ദുസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ജൈനസ് ഉണ്ട്, പാഴ്സി ഉണ്ട്, അതുപോലെ തന്നെ ഓണം ആഘോഷിക്കുന്നുണ്ട്, ക്രിസ്മസ് ആഘോഷിക്കുന്ന പല തരത്തിലുള്ള സെലിബ്രേഷൻസ് ഒക്കെ എവിടെയുണ്ട്? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയിലുണ്ട്. അതാണ് നാനാത്വത്തിൽ ഏകത്വം അല്ലെങ്കിൽ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത്രയും ഒരു നല്ല പോലെ മറ്റ് മതങ്ങളെ സ്നേഹിക്കുകയും മറ്റു മതങ്ങളെ അഡോപ്റ്റ് ചെയ്യുകയും മറ്റ് കൾച്ചേഴ്സിനെ അഡോപ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാജ്യം തന്നെയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത് മതങ്ങളെ അഡോപ്റ്റ് ചെയ്യുന്നു, കൾച്ചേഴ്സിനെ അഡോപ്റ്റ് ചെയ്യുന്നു, കസ്റ്റംസ് ആൻഡ് റിലീജിയസ് സൂപ്പർ സിറ്റുവേഷൻസിനെ അഡോപ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ആളുകളുടെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഐക്യം, യൂണിറ്റി, ഇതെല്ലാം കൂടെ ഒന്നായി വി ഫീലിംഗ്, എല്ലാവരും ഒന്നായി ചേരുന്നു, സമാധാനത്തോടെ ജീവിക്കുന്ന ഒരവസ്ഥ.
അങ്ങനെ വലിയ അക്രമാസക്തമായിട്ടൊന്നും അല്ല. ഒരു മതം സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങളോ അക്രമങ്ങളോ ഒന്നും ഉടലെടുക്കുന്നില്ല. എല്ലാവരും കൂടെ ഒരു കുടക്കീഴിൽ സമാധാനമായും പീസ്ഫുൾ ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? എന്താണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാനാത്വത്തിൽ ഏകത്വം. മനസ്സിലായില്ലേ? നാനാത്വത്തിൽ ഏകത്വമാണ്. എല്ലാ മതങ്ങളെയും കൂട്ടിയിണക്കി, എല്ലാ എല്ലാ കൾച്ചേഴ്സിനെയും കൂട്ടിയിണക്കി, എല്ലാ ആർട്സ് ഫോമിനെയും കൂട്ടിയിണക്കി, അതുപോലെ തന്നെ എല്ലാ കസ്റ്റംസിനെയും കൂട്ടിയിണക്കി, എല്ലാത്തിനെയും കൂടെ മിങ്കിൾ ചെയ്ത് ഒരുമിച്ച് പോകുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നാനാത്വത്തിൽ ഏകത്വം, വൈവിധ്യത്തിലെ ഏകത്വം, വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത മതങ്ങൾ, സംസ്കാരം, ആചാരങ്ങൾ ഇവയെല്ലാം പിന്തുടരുകയും ആളുകൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യത്തെയും അതുപോലെ തന്നെ അവരുടെ ഒത്തൊരുമയും ഒക്കെയാണ് നമ്മൾ എന്തിലൂടെ കണക്കാക്കുന്നത്? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയിൽ കണക്കാക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിയിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രത്യേകതകളുണ്ട് എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? കാസ്റ്റ് സിസ്റ്റം, പലതരത്തിലുള്ള കാസ്റ്റ് സിസ്റ്റം ഉണ്ട് അല്ലെ? നമുക്ക് ഒരു കാസ്റ്റ് മാത്രമല്ല, ബൈ ബർത്തിൽ, അതായത് ജനിക്കുമ്പോൾ തന്നെ എന്തുമായിട്ടാണ് വരുന്നത്? നമ്മള് ജാതി വ്യവസ്ഥയുമായിട്ടാണ് വരുന്നത്. അപ്പൊ ബൈ ബർത്തിലൂടെ കാസ്റ്റ് സിസ്റ്റം. കൾച്ചറൽ ലാഗ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. പിന്നെ മാരേജ്, പാട്രിയോണിക് സൊസൈറ്റി, ഇതെല്ലാം നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിലെ ഫീച്ചേഴ്സ് ആണ്, അല്ല എങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നെ ഒരു ട്രഡീഷണൽ വാല്യൂസിന് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ട്രഡീഷണൽ വാല്യൂസ് എന്ന് പറയുമ്പോൾ പാരമ്പര്യപരമായിട്ടുള്ള മൂല്യങ്ങള്. പിന്നെ ഫെയ്ത്ത്ഫുൾ ആണ്, വിശ്വാസങ്ങളുണ്ട്, ഒരുപാട് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളുള്ള തെയ്യം, പടയണി, നിങ്ങൾ ഇതൊക്കെ കണ്ടില്ല? ഇതൊക്കെ അനുഷ്ഠാന കലാരൂപങ്ങളല്ലേ? തെയ്യം, പടയണി, അതുപോലെ തിറ, ഇതൊക്കെ ഒരുപാട് അനുഷ്ഠാനങ്ങളായിട്ടുള്ള ഒരുപാട് കലാരൂപങ്ങൾ, ഒരുപാട് വിശ്വാസങ്ങളൊക്കെ അത് സൂക്ഷിക്കുന്നുണ്ട്. സർപ്പം, കാവ്, ഇതൊക്കെ നമുക്കൊരു പൈതൃകം ഉണർത്തുന്ന കാര്യങ്ങളാണ് ഈ സർപ്പക്കാവ്, അതുപോലെ തന്നെ പുള്ളുവർപ്പാട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കുറെ നമ്മൾ അന്ധവിശ്വാസങ്ങളുണ്ട് അല്ലെ? നമ്മൾ നോർമലി കുറെ കാര്യങ്ങൾ നമ്മൾ പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് സ്വാഭാവികമായിട്ട് നമ്മൾ പറയും ഐശ്വര്യമുള്ളത്, കണി കാണണം, ഇങ്ങനെയൊക്കെയുള്ള കുറെ നമുക്ക് മിത്തുകളില്ലേ? ഇതെല്ലാം എവിടെ ഉള്ളതാണ്? നമ്മുടെ ഇന്ത്യയിലെ കുറച്ച് ഫീച്ചേഴ്സ് തന്നെയാണ്, ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ്. പിന്നെ ഒരു കർമ്മത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ പറയുന്നുണ്ട്, ഈ ഹിന്ദു മതത്തിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ കർമ്മത്തിൽ അവർ വിശ്വസിക്കുന്നുണ്ട്, മോക്ഷത്തിൽ വിശ്വസിക്കുന്നുണ്ട്. എന്ത് ചെയ്താലും നമുക്ക് അതിന് എന്ത് കിട്ടും? കർമ്മ ഇസ് പവർഫുൾ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് അല്ലെ? കർമ്മത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ എന്ത് തെറ്റുകൾ ചെയ്താലും അതിനധിഷ്ഠിതമായി നമുക്ക് എന്ത് ലഭിക്കും? എന്നായാലും അതിന് വേണ്ട നമ്മുടെ ശിക്ഷ നമുക്ക് ലഭിക്കും എന്നുള്ള ആ ഒരു മിത്തിലും ഫെയ്ത്തിലും ഒക്കെ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇന്ത്യൻ പീപ്പിൾസ് മറ്റ് പീപ്പിൾസിനെക്കാളും കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ്. പിന്നെ പാശ്ചാത്യ വെസ്റ്റേൺ കൺട്രിയിലോട്ട് അല്ലെങ്കിൽ വെസ്റ്റേൺ ചിന്തകളിലോട്ടുള്ള ഒരു വലിവ് അല്ലെ? അതായത് നമ്മൾ കേരളത്തിലായാലും ഇന്ത്യ എടുത്താലും നമുക്ക് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള വസ്ത്രധാരണ നമുക്ക് ഇഷ്ടമാണ്. അവരെ പോലെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായത്? അപ്പൊ അതായത് പാശ്ചാത്യ അവിടുത്തെ കൾച്ചേഴ്സിന് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അവരെ പോലെ ഫുഡ് കഴിക്കാനായിട്ട് പിസ്സ, ബർഗർ, ഇതൊക്കെ വെസ്റ്റേൺ ഫുഡാണ് അല്ലെ? ഇതെല്ലാം നമ്മൾ കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ക്ലോത്ത് ഇടുന്നത്, വസ്ത്രങ്ങൾ ഇടുന്നത്, ലാംഗ്വേജസ്, ഇപ്പൊ എല്ലാവരും ഇംഗ്ലീഷ് ഒക്കെ പഠിക്കാനായിട്ട്, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ. അതായത് പാശ്ചാത്യരുമായിട്ടുള്ള നമുക്ക് ഒരു ഒരു കമ്പാരിസൺ, അല്ലെങ്കിൽ നമ്മളൊരു അവരുമായിട്ട് അട്രാക്ട് ആകുന്നുണ്ട്, അവരെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അതിലോട്ട് ഡിപ്പെൻഡ് ആകുന്നുണ്ട്. അത് പാശ്ചാത്യ ചിന്തയിലോട്ട് കുറച്ചുകൂടെ മൈൻഡും അതൊക്കെ നമ്മൾ മാറുന്നുണ്ട്. ഇതെല്ലാം ഇന്ത്യൻ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പൊ ഒന്നുകൂടെ ഇന്ത്യയിലുള്ള ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാസ്റ്റ് സിസ്റ്റം എടുക്കാം, മാരേജ് സിസ്റ്റം എടുക്കാം. പലതരത്തിൽ നമുക്കിവിടെ ഇന്ത്യയിലാണെങ്കിൽ മാരേജ് സിസ്റ്റം ഉണ്ട്, പല ആചാരങ്ങൾ അനുഷ്ഠാനം. ഹിന്ദു മതത്തിലെ വിവാഹമല്ല, ക്രിസ്തു മത രീതികളല്ല ക്രിസ്തു മതത്തിലുള്ളത്, ക്രിസ്തു മതത്തിലെ രീതികളല്ല ഇസ്ലാം മതത്തിലുള്ളത്, ഇസ്ലാം മതത്തിലെ രീതികളല്ല സിക്കിലും പാഴ്സിലും ഒക്കെ ഉള്ളത്. അപ്പൊ ഒരുപാട് തരത്തിലുള്ള കസ്റ്റംസ് ഒക്കെ നമ്മൾ അവിടെ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെ? ചർച്ചിലാണെങ്കിൽ നമ്മൾ അതിൻ്റെതായ വിശുദ്ധിയോടും, അതുപോലെ തന്നെ ടെമ്പിളിലാണെങ്കിൽ അതിൻ്റെതായ വിശുദ്ധിയോടും, ഇസ്ലാം മതത്തിലാണെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ എന്തിലോട്ട് സഹകരിച്ചു പോകുന്നത്? വിവാഹ ബന്ധത്തിലോട്ട് സഹകരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഇന്ത്യനില്ല. ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് ഇത് കാണാൻ കഴിയുക എന്നുള്ള ഒരു പ്രത്യേകതയും കൂടെയുണ്ട്. മറ്റു സ്ഥലങ്ങളിലോട്ടൊക്കെ വേറെ സ്ഥലങ്ങളിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു ഹിന്ദു നമ്മുടെ ഞാൻ പറഞ്ഞ പാകിസ്ഥാനിലൊക്കെ അവിടെ ഇസ്ലാം മതത്തിന്റെ വിവാഹം മാത്രമല്ലേ കാണാൻ കഴിയൂ. മറ്റു മതങ്ങളൊന്നും വലുതായിട്ട് അവിടെ പ്രയോറിറ്റി അവിടെ കൊടുക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ട്? അവിടെ ഒരു മതത്തെയാണ് അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, അത് ഇസ്ലാം മതത്താണ്. അതുപോലെ തന്നെയാണ്
മറ്റു സ്ഥലങ്ങളിലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എന്തുണ്ട് മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷെ ഇന്ത്യ അങ്ങനെയല്ല, പലതരത്തിലുള്ള മാറ്റങ്ങളും പലതരത്തിലുള്ള ആളുകളും പലതരത്തിലുള്ള ചിന്താഗതികളും എല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് ജീവിക്കുന്നതാണ് എവിടെയെന്ന് പറയുന്നത് ഇന്ത്യൻ കൺട്രി എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. എന്നതൊക്കെ നമ്മൾ പറയും? കാസ്റ്റ് സിസ്റ്റം, പിന്നെ എന്താണ് മാരേജ് സിസ്റ്റം, പാട്രിയാർക്കൽ സൊസൈറ്റി. പാട്രിയാർക്കൽ സൊസൈറ്റി എന്ന് പറയുന്നത് പുരുഷനാണ് എന്ത് പ്രാധാന്യം കൊടുക്കുന്നത്. നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അച്ഛനാണ് എന്ത് ഗൃഹനാഥനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ. മിക്ക ഭവനങ്ങളുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. അതായത് പുരുഷ വഴിയാണ് എന്ത് കിട്ടുന്നത്? അധികാരം നമുക്ക് ലഭിക്കുന്നത്. അതാണ് പാട്രിയാർക്കൽ സൊസൈറ്റി എന്ന് പറയുന്നത്. പിന്നെ നമുക്കൊരു ട്രഡീഷണൽ ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട്, പാരമ്പര്യ മൂല്യങ്ങളുണ്ട്. പിന്നെ എന്താണ്? നമ്മുടെ ആത്മീയതയിൽ വിശ്വസിക്കുന്ന നമുക്കൊരു ഫെയ്ത്ത് ഉണ്ട്, അവയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ജന്മന എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ലഭിക്കുന്ന ഒരു പദവിയുണ്ട്, അതായത് ജന്മ നമുക്ക് ലഭിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതായത് നമ്മുടെ കാസ്റ്റ്, ഇതിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ കർമ്മഫലത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. കർമ്മം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയില്ലേ, നിങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യും ലഭിക്കും എന്നുള്ള കർമ്മത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ പാശ്ചാത്യ വെസ്റ്റേൺ ചിന്തയിലോട്ട് നമുക്ക് ഒരു ഡിപ്പെൻസി ഉണ്ട്, അല്ലെങ്കിൽ ആശ്രയത്വം ഉണ്ട്. ഇത് ഇത്രയുമാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഡിസ്കസ് ദ ഡൈവേഴ്സിറ്റീസ് ഫൗണ്ട് ഇൻ ഇന്ത്യ ടേംസ് ഓഫ് റിലീജിയൻ. റിലീജിയൻ എന്ന് പറയുമ്പോൾ എന്താണ്? മതം അല്ലെ. മതത്തിന്റെ പ്രത്യേകതകൾ എങ്ങനെയൊക്കെയാണെന്ന്. മതം ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ്. ഹിന്ദുമതം എടുക്കാം, ക്രിസ്തു മതം എടുക്കാം, മുസ്ലിം മതം എടുക്കാം, പാഴ്സി മതം എടുക്കാം, ജൈന മതം എടുക്കാം. എണ്ണിയാൽ തീരാത്ത അത്ര എന്തുണ്ട് മതങ്ങളുണ്ട് നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ. എല്ലാ മതങ്ങളെയും ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുണ്ട്, ഇന്ത്യയും എന്ത് ചെയ്തിട്ടുണ്ട്? അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന മതം മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് ഏത് മതം സ്വീകരിക്കാനും ഏത് ആലയത്തിൽ പോകുവാനും ഏത് റിച്വൽസ് ഫോളോ ചെയ്യാനും എന്തുണ്ട്? റൈറ്റ്സ് ഉണ്ട്. മനസ്സിലായി? മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അനുശാസിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വേറെ ഒരു മതം സ്വീകരിച്ചുകൂടാ അങ്ങനെയൊന്നും നമ്മളോട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ നമുക്ക് ലീഗലി എന്ത് ചെയ്യാം? സപ്പോർട്ട് നേടാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് കേസ് മൂവ് ചെയ്യിപ്പിക്കാം. അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എടുക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ഇഷ്ടമുള്ള പ്രാർത്ഥനാലയങ്ങളിൽ പോകാനും ഒരു ഇന്ത്യൻ പൗരന് അല്ലെങ്കിൽ എന്താണ് അവകാശവും അധികാരവും ഉണ്ട്. മനസ്സിലായി? അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഹിന്ദുമതം സ്വീകരിക്കാം, ക്രിസ്തുമതം. നമ്മളിപ്പോ കാണുന്നില്ലേ എത്രയോ കുട്ടികള് ഹിന്ദുമതത്തിൽ നിന്ന് അല്ലെങ്കിൽ ക്രിസ്തു മതത്തിലോട്ട് പരിവർത്തനം ചെയ്യുന്നുണ്ട്, ക്രിസ്തു മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലോട്ട് പോകുന്നുണ്ട്, വിവാഹ ബന്ധങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ്? ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തില് നമുക്ക് എന്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്? ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും നമുക്ക് എന്തുണ്ട്? റൈറ്റ്സ് ഉണ്ട്. പിന്നെ എന്തൊക്കെയാണ് പറയുന്നത്? ഓരോ വിശ്വാസ രീതി ഉണ്ട് അല്ലെ. ഓരോ വിശ്വാസ രീതി എന്ന് പറയുമ്പോൾ ഹിന്ദുമതത്തിന് വിശ്വാസ രീതിയല്ല ക്രിസ്തു മതത്തിനുള്ളത്, ക്രിസ്തു മതത്തിന് വിശ്വാസ രീതിയല്ല ഇസ്ലാം മതത്തിന് ഉള്ളത്, ഇസ്ലാം മതത്തിന്റെ വിശ്വാസ രീതിയല്ല എന്തിലുള്ളത്? ജൈന മതത്തിലും ബുദ്ധമതത്തിലൊക്കെ ഉള്ളത്. ഞാൻ കുറച്ച് മതങ്ങൾ മാത്രം പറയുന്നുണ്ട്, ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ധാരാളം മതങ്ങൾ നമുക്ക് എവിടെ ഉണ്ട്? ഇന്ത്യയിൽ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കിക്കേ, നമ്മുടെ ഏക മതത്തിലാണ് ഇസ്ലാം മത വിശ്വാസികള് ഏക ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്, അല്ലെ ഏക മതത്തിലാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ക്രിസ്തു മതമാണെങ്കിൽ സ്നേഹത്തിനും സാഹോദര്യത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സ്നേഹം, സാഹോദര്യം, എന്താണ് സ്നേഹത്തിൽ ജീവിക്കുക. അതുപോലെ തന്നെ നമ്മള് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ. യേശുദേവന്റെ എന്താണ് ആരാധിക്കുന്ന രീതികള്, ഇതൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ ക്രിസ്തുമതം അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഹിന്ദു മതമാണെങ്കിലോ മോക്ഷയ്ക്ക്, കർമ്മത്തിന്, വേദങ്ങൾക്ക് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രാധാന്യം കൊടുക്കുന്നതാണ് ഹിന്ദുമതം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൂജാകാര്യങ്ങൾക്ക്, യാഗങ്ങൾക്ക്, അനുഷ്ഠാനങ്ങൾക്കൊക്കെ എന്ത് കൊടുക്കുന്നുണ്ട്? പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പൊതുവായി എന്താണ്? ബ്രഹ്മത്തെ എന്ന് പറയുമ്പോൾ ഓംകാരത്തെ, മനസ്സിലായോ? പൊതുവായി ബ്രഹ്മത്തെ അല്ലെങ്കിൽ ഓംകാരത്തെ ഉപവസിക്കുന്നവരാണ് ആരെന്ന് പറയുന്നത്? ഹൈന്ദവർ അല്ലെങ്കിൽ ഹിന്ദുസം എന്ന് പറയുന്നത്. ഓം എന്നതാണ് ഓംകാരത്തിന്റെ ശബ്ദം. മനസ്സിലാവുന്നുണ്ടോ? ഓം എന്നതാണ് ഓംകാരത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത്. പിന്നെ ഹിന്ദുധർമ്മം പഠിപ്പിക്കുന്ന വേദങ്ങൾ അധിഷ്ഠിതമാണ് ഹിന്ദുധർമ്മം പോകുന്നത്. നമുക്കറിയാം അതിൽ കുറെ വേദങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഋഗ്വേദം, അതാണ് അഥർവേദം, സമവേദം, യജുർവേദം. ഇങ്ങനെ 4 വേദങ്ങൾ അധിഷ്ഠിതമായിട്ടാണ് എന്ത് പോകുന്നത്? ഹിന്ദുമതം പോകുന്നത്. അപ്പൊ വേദങ്ങളില്, മിത്തില്, വിശ്വാസങ്ങളില്, അതുപോലെ തന്നെ എന്താണ് യാഗങ്ങളില്, അനുഷ്ഠാനങ്ങളിലൊക്കെ അധിഷ്ഠിതമാണ് ഏത് മതം എന്ന് പറയുന്നത്? ഹിന്ദുമതം. ഇസ്ലാം മതമോ ഏകദൈവ വിശ്വാസത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഹിന്ദു മതമാണെങ്കിലോ മോക്ഷത്തിനും കർമ്മയ്ക്കും ഇതുപോലുള്ള പുരാണങ്ങൾക്ക്, യാഗങ്ങൾക്ക്. ക്രിസ്തു മതമാണെങ്കിലോ ക്രിസ്തുമതം സ്നേഹത്തിനും സാർവ സൗഹാർദ്ദത്തിനും ഐക്യത്തിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് പറയുന്നത്? ഓരോ വേദത്തിനും നമ്മൾ എന്ത് പറയുന്നുണ്ട്? 4 ഭാഗങ്ങളുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ബ്രാഹ്മണ്യങ്ങൾ, ആരണ്യങ്ങൾ, ഉപനിഷത്തുകൾ, ഇതെല്ലാം എന്തിന്റെ പ്രത്യേകതയാണ്? ഹിന്ദു മതത്തിന്റെ
പ്രത്യേകതയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ തന്നെ ഇസ്ലാം മതത്തിലാണെങ്കിലോ ഖുറാന് അല്ലെ, ഖുറാനാണ് അവരുടെ മതഗ്രന്ഥം എന്ന് പറയുന്നത്. നമ്മള് ക്രിസ്ത്യൻസ് എടുത്തു കഴിഞ്ഞാൽ ബൈബിൾ ആണ് ക്രിസ്ത്യൻസിന്റെ. നമുക്ക് ഇതൊക്കെ സ്വന്തമായിട്ട് എഴുതാന്നുള്ളതേ ഉള്ളൂ അല്ലെ. ക്രിസ്തു മതത്തിന്റെ ആണെങ്കിൽ ബൈബിൾ ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹിന്ദു മതത്തിന്റെ ആണെങ്കിൽ ഭഗവത്ഗീത അല്ലെ, രാമായണം, ഇതെല്ലാം അവരുടെ ആരാധന ഗ്രന്ഥങ്ങളാണ്. ഇനി ഇസ്ലാം മതത്തിലാണെങ്കിലും ഖുറാനാണ് അല്ലെ, ഖുറാനിലാണ്. പിന്നെ അവര് ഖുറാന്റെ മുഹമ്മദിന്റെ, നമുക്കറിയാം മുഹമ്മദ് നബിയുടെ ആണ് പിതാവായിട്ട് കണക്കാക്കുന്നത്. അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളും അദ്ദേഹത്തിന്റെ ആത്മീയ ദർശനങ്ങളും ഒക്കെയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഏകദൈവത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ദൈവം ഒന്നേ ഉള്ളൂ എന്നുള്ള രീതിയിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാം മതത്തിന്റെ അനുയായികൾ ലോകമെമ്പാടും എന്ത് ചെയ്യും? കാണും. മനസ്സിലാവുന്നുണ്ടോ? ഇസ്ലാം മതം ഉത്ഭവിച്ചത് AD 610 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ഇസ്ലാം മതം എന്താണ് അല്ലെങ്കിൽ എന്താണ് ഉദയം ചെയ്തത് എപ്പോഴാണ്? 610. പിന്നെ ആദ്യം മുഹമ്മദ് നബി ഒരുപാട് ചിന്താഗതികൾ എവിടേക്ക് തന്നിട്ടുണ്ട്? ലോകത്തിന് തന്നിട്ടുണ്ട്. ഇസ്ലാം എന്ന അറബി പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് കീഴടങ്ങൽ എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇസ്ലാം എന്ന അറബി പദത്തിന്റെ അർത്ഥം കീഴടങ്ങൽ എന്നാണ്. കീഴടങ്ങൽ എന്നാണ് ഇസ്ലാം എന്ന അറബി പദത്തിന്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മള് 3 മതത്തെ കുറിച്ച് നമ്മൾ നോക്കി. എന്തൊക്കെയാണ് പറയുന്നത്? ക്രിസ്തു മതം ആണെങ്കിൽ നമുക്ക് ഒരുപാട് മതമുണ്ട്. നമുക്കിപ്പോ തൽക്കാലം നമുക്ക് ഇത്രയും നോക്കാം. ക്രിസ്തു മതമാണെങ്കിൽ ബൈബിൾ ആണ് ആരാധന ഗ്രന്ഥം എന്ന് പറയുന്നത്. ദൈവാലയങ്ങളിലാണ് നമ്മൾ ആരാധന നടത്താനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ സ്നേഹത്തിനും സർവ്വ സഹോദരത്തിനും ഐക്യത്തിനും ഒക്കെ പ്രാധാന്യം നൽകുന്നുണ്ട്. ഹിന്ദു മതമാണെങ്കിലോ പുരാണങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, യാഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. രാമായണവും ഭഗവത്ഗീതയാണ് പ്രധാനപ്പെട്ട ഗ്രന്ഥം എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? പിന്നെ നമ്മുടെ വേദങ്ങളുടെ അടിസ്ഥാനമാക്കിയാണ് ഋഗ്വേദം, അഥർവേദം, യജുർവേദം, സാമവേദം വേദങ്ങളുടെ അടിസ്ഥാനപ്പെട്ടതാണ്. പിന്നെ എന്താണ്? ഒരുപാട് പഠിപ്പിക്കലുകൾ കാരണം ഉപനിഷത്തുകൾ, ആരണ്യങ്ങൾ ഇവയൊക്കെ എവിടെയുണ്ട്? നമ്മുടെ ഹിന്ദു മതത്തിൽ ഉണ്ട്. ഇനി നമ്മൾ ഇസ്ലാമിലോട്ട് വന്നാൽ ഏകദൈവ വിശ്വാസത്തിനും അതുപോലെ തന്നെ എന്താണ് മുഹമ്മദ് നബിയുടെ പഠിപ്പിക്കലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഖുറാനാണ് അവരുടെ മതഗ്രന്ഥം എന്ന് പറയുന്നത്. 610 ഇസ്ലാം മതം ഉദയം ചെയ്തതെന്ന് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ എന്നാണ് പറഞ്ഞത്? ഈ ഇസ്ലാം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം കീഴടങ്ങൽ എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് വിശ്വാസങ്ങളെല്ലാം നമ്മൾ പല മതങ്ങളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ ജൈനമതം, ബുദ്ധമതം ഒക്കെ എന്താണ്? ജൈനമതം കൊണ്ടുവന്ന വർത്തമാന മഹാവീരനാണ്. ബുദ്ധമതം കൊണ്ടുവന്ന ഗൗതം ബുദ്ധനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞ അർത്ഥം ഭാഷാ വൈവിധ്യം എങ്ങനെയാണ് ഇന്ത്യയിൽ എന്നാണ് ക്വസ്റ്റ്യൻ. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാണ്? നമ്മളിവിടെ ഗുജറാത്തി, പഞ്ചാബി, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, ഉറുദു, തെലുങ്ക്, കന്നഡ, തമിഴ്, ഇങ്ങനെ ഒരുപാട് ലാംഗ്വേജസ്, ഒരുപാട് ഏകദേശം 544 ഭാഷകളോളം എവിടെ ഉണ്ടെന്നാണ് പറയുന്നത്? ഇന്ത്യയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. നോക്കിക്കേ, 544 ഭാഷകൾ എന്നൊക്കെ പറയുമ്പോൾ ചിന്തിച്ചു. അതുപോലെ തന്നെ 22 ഭാഷകള് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതുമാണ്. ഇതിനു പുറമെ എന്തുണ്ട്? ഗോത്രവർഗക്കാരുടെ ഭാഷ, ഇൻഡോ ആര്യന്മാരുടെ ഭാഷ, ദ്രാവിഡ ഭാഷ. നമുക്കറിയാം ഈ ആദിവാസികളായിട്ടുള്ള ഗോത്രവർഗക്കാരുടെ ഭാഷയെ നമുക്ക് മനസ്സിലാകില്ല. അവർ ഓരോ ശബ്ദങ്ങളിലൂടെ പുറപ്പെടുവിക്കുന്നവരുണ്ട് അല്ലെ, ശബ്ദങ്ങളിലൂടെ മാത്രം സംസാരിക്കില്ല. വെറുതെ ഓരോ ലാംഗ്വേജിലെ ഓരോ ശബ്ദങ്ങളിലൂടെ മാത്രം ആശയവിനിമയം നടത്തുന്നവരുണ്ട്. ഇങ്ങനെ ഒരുപാട് രീതികളിൽ ഇന്ത്യയിൽ വൈവിധ്യമുണ്ട്. വൈവിധ്യം എന്ന് പറയുന്നത് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്നാണ് പാഠം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരുപാട് വൈവിധ്യങ്ങൾ ഉണ്ട് എങ്കിലും ഇന്ത്യ എന്താണ്? ഒരു കുടക്കീഴിലാണ്. മനസ്സിലായി? എല്ലാ മതങ്ങളെയും, എല്ലാ ലാംഗ്വേജിനെയും, എല്ലാ വിശ്വാസങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വിശ്വസിക്കുന്നുണ്ട്, എല്ലാത്തിനെയും അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ഗുജറാത്തി, പഞ്ചാബി, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം ഇങ്ങനെ തുടങ്ങി ധാരാളം ഭാഷകൾ എവിടെയുണ്ട്? ഇന്ത്യയിലുണ്ട്. 544 ഭാഷകളോളം ഉണ്ട്. ഇതിൽ 22 ഭാഷകൾ ഇന്ത്യൻ ഭരണം അംഗീകരിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രധാന ഭാഷ എന്ന് പറയുന്നത് എന്താണ്? ഹിന്ദിയാണ്. അതുപോലെ തന്നെ ഗോത്രഭാഷയുണ്ട്. ഹിന്ദിയും ഇംഗ്ലീഷുമാണ് പ്രധാനപ്പെട്ട ഭാഷകൾ എന്ന് കണക്കാക്കുന്നത്. ഇൻഡോ ആര്യൻ ഭാഷകളുണ്ട്, ദ്രാവിഡ ഭാഷകളുണ്ട്. ഇതെല്ലാം നമ്മുടെ ഇന്ത്യയിലെ ഭാഷയുടെ പ്രത്യേകതകളാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇന്ത്യൻ ലാംഗ്വേജ് സിസ്റ്റം അല്ലെങ്കിൽ എന്താണ് ഭാഷാ പ്രവർത്തനം എന്ന ലിംഗ്വിസ്റ്റിക് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഏകദേശം 544ഓളം ഭാഷകളുണ്ട്. 22 ഭാഷകൾ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുണ്ട്. പല ലാംഗ്വേജസും എന്തല്ല നമുക്ക് മനസ്സിലാകുന്നതുകൊണ്ട് മനസ്സിലാകാത്തതുമുണ്ട്. നമുക്ക് ഗുജറാത്തിയൊക്കെ അറിയാമോ? ഇല്ല. നമുക്ക് അറിയാവുന്ന നോർമലി അറിയാവുന്നുള്ളത് ഏതൊക്കെയാണ്? ഹിന്ദി, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ മലയാളവും അറിയാം. ബാക്കി ലാംഗ്വേജ് ഒക്കെ നമുക്ക് ഒട്ടുമേ എന്ത് ചെയ്യാൻ അറിയില്ല. നമുക്ക് ചിലത് നമുക്ക് കേട്ടാൽ പോലും നമുക്ക് മനസ്സിലാവും. അതുപോലെ ഗോത്രവർഗക്കാരുടെ ഭാഷകള്
ഒട്ടും നമുക്ക് അറിയാൻ സാധിക്കാത്തതാണ് ഈ ഗോത്രവർഗ്ഗക്കാരുടെ ഭാഷകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള ലാംഗ്വേജ് എവിടെയുണ്ട്? നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട്. അതാണ് വെറൈറ്റി ലിംഗ്വിസ്റ്റിക് എന്താണ് എവിടെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഉള്ളതെന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് ഈ ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യൻ ലിംഗ്വിസ്റ്റിക്. അഞ്ചാമത്തത് കാസ്റ്റ് സിസ്റ്റം. എക്സ്പ്ലെയിൻ ദ കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ കാസ്റ്റ് ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നമ്മൾ എങ്ങനെ പറയും? കാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ജാതി അല്ലെ? ജാതി എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രൻ, ഇങ്ങനെ 4 തരത്തിലുള്ള എന്തുണ്ട്? ജാതി വ്യവസ്ഥ എവിടെയുണ്ട്? നമ്മുടെ ഇന്ത്യയിലുണ്ട്. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രൻ എന്നിങ്ങനെ 4 തരത്തിലുള്ള എന്തുണ്ട്? ലാംഗ്വേജസ് ഉണ്ട്. 4 തരത്തിലുള്ള കാസ്റ്റ് ഉണ്ട്. എങ്ങനെയൊക്കെയാണ് ഈ കാസ്റ്റ് കിട്ടുന്നത്? നമുക്ക് റിലീജിയൻ ആണെങ്കിൽ നമുക്ക് സ്വായത്തമാക്കുന്നതാണ്. പക്ഷേ കാസ്റ്റ് അങ്ങനെയല്ല. കാസ്റ്റ് ബൈ ബർത്ത് ആണ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ആ കാസ്റ്റ് ആണ്. അല്ലാതെ നമുക്ക് ജാതി ഒരിക്കലും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമുക്ക് റിലീജിയൻ ആണെങ്കിൽ മാറാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹിന്ദു മതത്തിലുള്ള ഒരാൾക്ക് കൺവേർട്ട് ചെയ്ത് എവിടേക്ക് പോകാം? ഇസ്ലാമിലോട്ട് പോകാം. പക്ഷേ നമുക്ക് നമ്മള് ഈ കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ ഒരിക്കലും തന്നെ നമുക്ക് മാറ്റാനായിട്ട് കഴിയില്ല. ഏകദേശം 3000-ഓളം ഉപജാതികളും ഇന്ത്യയിലുണ്ട്. എവിടെയുണ്ട്? ഇന്ത്യയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിലായപ്പോ ബൈ ബർത്തിലൂടെ കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ജാതി വ്യവസ്ഥ. നമുക്കറിയാം ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ ഇങ്ങനെ 4 വിഭാഗങ്ങളുള്ള വർണ്ണ സമ്പ്രദായം, വർണ്ണ സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൽ ബ്രാഹ്മണര് സമൂഹത്തില് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന വ്യക്തികളായിരുന്നു. ഏറ്റവും ഉയർന്നു നിൽക്കുന്ന വ്യക്തിയാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത്. ഇവർക്ക് എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും എല്ലാ തരത്തിലുള്ള എല്ലാ മേഖലകളിലുള്ള അച്ചീവ്മെന്റ്സും ഒക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അടുത്ത ക്ഷത്രിയർ എന്ന് പറയുന്നത് ബ്രാഹ്മണർക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നവരെയാണ് ക്ഷത്രിയർ എന്ന് പറയുന്നത്. ഇനി വൈശ്യർ എന്ന് പറയുന്നത് കച്ചവട മേഖലയിൽ നിൽക്കുന്നവരാണ് വൈശ്യർ എന്ന് പറയുന്നത്. കച്ചവട മേഖല എന്ന് പറയുമ്പോൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കച്ചവട മേഖല, ട്രേഡും കൊമേഴ്സും ഒക്കെ നടത്തുന്നവരാണ് വൈശ്യർ എന്ന് പറയുന്നത്. എന്നാൽ ശൂദ്രർ എന്ന് പറയുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് സ്റ്റാറ്റസ് ഉള്ളവരെയാണ് എന്ന് വിളിക്കുന്നത് ശൂദ്രർ എന്ന് പറഞ്ഞു. ഇവർക്കൊന്നും തന്നെ റൈറ്റ്സ് ഇല്ല. ഇവർക്കൊന്നിനെ എന്തില്ല? ഒരു തരത്തിലുള്ള അധികാരവും ഒരു തരത്തിലുള്ള അവകാശവും ഇവർക്ക് ലഭിക്കില്ല. ഇവർ വെറും ശൂദ്രരാണ്. ഇവരെ 3 വിഭാഗക്കാരും ഒപ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് അടിച്ചമർത്തുന്ന വിഭാഗക്കാരാണ്. 3 പേരും പറയുന്ന കാര്യങ്ങൾ ഇവരെന്ത് ചെയ്യണം? അംഗീകരിക്കണം. 3 പേരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കണം. ദാസവേല ചെയ്യുന്നവരാണ് ആരെന്ന് പറയുന്നത്? ശൂദ്രർ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കാസ്റ്റ് സിസ്റ്റത്തിന്റെ പ്രത്യേകത ആണ് അല്ലെ? ഒരുപാട് ജാതി വ്യവസ്ഥ എവിടെയുണ്ട്? ഇന്ത്യയിൽ ഉണ്ട്. പലതരത്തിലുള്ള ജാതി. നമുക്ക് ചെയ്യുന്ന തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ജാതി തിരിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ട്? ഒരുപാട് തരത്തിലുള്ള ജാതികൾ, ഉപജാതികൾ, അതുപോലെ തന്നെ ജാതികൾ എവിടെയുണ്ട്? നമ്മുടെ ഇന്ത്യയിലുണ്ട്. ധാരാളം ജാതികളുണ്ട്. നമ്മൾ പറഞ്ഞാൽ നമുക്ക് കഴിയാത്ത രീതിയിലുള്ള പേരുകളുള്ള, നമുക്ക് ജസ്റ്റ് ഒക്കെ പറയുന്ന നായർ കമ്മ്യൂണിറ്റി എന്ന് പറയും അല്ലെ? അതുപോലെ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഒരുപാട് കമ്മ്യൂണിറ്റീസ് നമ്മൾ പറയും ഈഴവാസ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ല. ഇതെല്ലാം എന്താണ്? ഓരോ ജാതിയാണ്. നമ്മൾ മഹാനായ ശ്രീ നാരായണ ഗുരുവിന്റെ ജാതി എന്ന് പറയുന്നത് ഈഴവാണ്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ആരാധിക്കുന്നത് ബ്രാഹ്മണ ശിവനെയല്ല ഈഴവ ശിവനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം കുറെ കണ്ണാടി പ്രതിഷ്ഠ അതൊക്കെ ചെയ്തൊക്കെ നമുക്ക് അറിയാന്നുള്ളതാണ്. അപ്പൊ അതുപോലെ ജാതി വ്യവസ്ഥ കൊടുമ്പിരി കൊള്ളുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അത് ഇപ്പോഴും ഉണ്ട്. പലതരത്തിലുള്ള ജാതികൾ എവിടെയുണ്ട്? നമ്മുടെ ഇന്ത്യയിലുണ്ട്. ആ എല്ലാ ജാതികളും അക്സെപ്റ്റും ചെയ്യുന്നുണ്ട്. വർണ്ണ സിസ്റ്റം ഉണ്ടായിരുന്നു. അതിനെയാണ് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്ന് പറയുന്നത്. ബ്രാഹ്മണർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു. ക്ഷത്രിയർ യുദ്ധ കാര്യങ്ങളിലാണ് ഏർപ്പെട്ടിരുന്നത്. പിന്നെ വൈശ്യർ എന്ന് പറയുന്നത് കച്ചവട മേഖലകളിലാണ്. പിന്നെ വരുന്നത് ശൂദ്രർ, അവർ ദാസവേല ചെയ്തിരുന്നു. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് മെൽട്ടിംഗ് പോയിന്റ്? എന്താണ് മെൽട്ടിംഗ് പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? വിവിധ സംസ്കാരങ്ങൾ, വിവിധ വംശങ്ങൾ, വർഗീയതകൾ ഇവയെല്ലാം ഒത്തുചേർന്ന് ലയിച്ച് ഒരു പുതിയ സംസ്കാരം രൂപപ്പെടുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? മെൽട്ടിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഡിഫറെന്റ് കൾച്ചേഴ്സ്, ഡിഫറെന്റ് റേസസ്, ഡിഫറെന്റ് കാസ്റ്റേഴ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ഒരു ന്യൂ കൾച്ചേഴ്സ്, ഇൻട്രൊഡ്യൂസ് ന്യൂ കൾച്ചേഴ്സ്. ദിസ് ഈസ് മെൽട്ടിംഗ് പോയിന്റ്. മനസ്സിലായോ? ഇതിനെ എന്തെന്ന് വിളിക്കുന്നു? മെൽട്ടിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. വിവിധ സംസ്കാരങ്ങൾ, വംശങ്ങൾ, വർഗീയതകൾ ഇവയെല്ലാം ഒത്തുചേർന്ന് ഒരു സംസ്കാരമായി രൂപപ്പെടുന്നതിനെ എന്തെന്ന് വിളിക്കുന്നു? മെൽട്ടിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നു. ഇതാണ് നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ മെൽട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വിവിധ സംസ്കാരങ്ങൾ, വംശങ്ങൾ,
വർഗീയതകൾ ഒക്കെ ഒത്തുചേർന്നിട്ട് ഒരു പുതിയ എന്തുണ്ടാകുന്നു, കൾച്ചേഴ്സ് ഉണ്ടാകുന്നതിനെയാണ് മെൽട്ടിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് പലതരത്തിലുള്ള റേസും പലതരത്തിലുള്ള എന്താണ് കാസ്റ്റ് സിസ്റ്റത്തിനും ഒക്കെ എന്താണ് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു എന്താണ് വൈവിധ്യം, അതാണ് നമ്മൾ തുടക്കത്തിലെ പറഞ്ഞത്, നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യ. ഒരു മതത്തെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഒരു മതം മാത്രം സ്വീകരിച്ചാൽ മതി എന്ന് ഒരിടവും പറയുന്നില്ല. എല്ലാ മതങ്ങളെ അനുശാസിക്കുന്നുണ്ട്, എല്ലാ മതങ്ങൾക്കും അംഗീകാരം കൊടുക്കുന്നുണ്ട്. എല്ലാ രീതിയിലും നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് എന്ത് ചെയ്യാം, ജീവിക്കാനുള്ള റൈറ്റ്സ് എവിടെയുണ്ട്, ഇന്ത്യ മഹാരാജ്യത്തില് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്താണെന്ന് നോക്കി, ഇന്ത്യയിലെ ലാംഗ്വേജസ് നോക്കി, രണ്ടാമത്തെ ക്വസ്റ്റ്യനില്, മൂന്നാമത്തെ ഇന്ത്യയിലെ മതങ്ങളെ നോക്കി, നാലാമത്തതിൽ ഇന്ത്യയിലെ എന്താണ് നമ്മുടെ കാസ്റ്റ് സിസ്റ്റം നോക്കി, അതുപോലെ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കി, മെൽട്ടിംഗ് പോയിന്റ് എന്താണെന്ന് നോക്കി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠമാണ്, ഈസി ആയിട്ടുള്ള പാഠമാണ്. നന്നായിട്ടൊന്ന് പാഠം ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയ, നന്നായിട്ടൊന്ന് പാഠം നല്ല പോലെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് വായിച്ചതിന് ശേഷം ഈ ക്ലാസ് കൂടെ കണ്ട് നിങ്ങളുടേതായ ലെക്ചർ നോട്ടൊക്കെ ഒന്ന് എഴുതി കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്നും പറയുന്ന പോലെ തന്നെ നന്നായിട്ട് പഠിക്കാം. പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് +2 ക്വാളിഫൈ ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നിങ്ങളുടെ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കോളേജിലോട്ട് എന്ത് ചെയ്യുക, ബന്ധപ്പെടുക. നമുക്കറിയാം താഴെ ഒന്നും നമ്പേഴ്സ് എന്തെങ്കിലും കാണിക്കുന്നുണ്ട്. അതുപോലെ ഇല്ലാത്തവർക്കാണെങ്കിൽ വാട്സപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ യൂട്യൂബിൽ നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാവുന്നതാണ്. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഞങ്ങൾ കാണുന്നുണ്ട്, വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഒക്കെ നിങ്ങളുടെ എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു പുതിയ ക്ലാസ് വരെ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.